ഫ്ലവർ വെച്ചിട്ടൊരു ബജ്ജി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം കോളിഫ്ലവർ ക്ലീൻ ചെയ്തതിന് ശേഷം അതിനെ കട്ട് ചെയ്തെടുത്ത് വേവാൻ വേണ്ടി ഫ്ലെയിം ഓൺ ചെയ്ത് വെക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള മസാല തയ്യാറാക്കാം. അപ്പോൾ മസാല ഞാൻ ഫസ്റ്റിലേ പറയുന്നത് പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മസാല ഉണ്ടാക്കാം. അപ്പം ഞാനിവിടെ ഉണ്ടാക്കുന്നത് കുറച്ച് ജീരകം, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, വറ്റൽമുളക് ഇവ പേസ്റ്റ് രൂപത്തിലാക്കി മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അതിനുശേഷം കുറച്ച് കടലമാവ് എടുത്ത് അതിനകത്തോട്ട് ഈ പേസ്റ്റ് രൂപത്തിലാക്കി അടിച്ച് വെച്ചിരിക്കുന്ന കൂട്ട് അതിന് ഒഴിച്ചതിന് ശേഷം മാത്രം നമ്മൾ പിന്നെ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. പിന്നെ ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ഉപ്പ്, ഗരം മസാല ഇവയൊക്കെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ആവണം, അതിൽ കട്ട കെട്ടിയിട്ട് ഉണ്ടാവാനൊന്നും പാടില്ല. അപ്പോൾ ബാറ്റർ തയ്യാറായതിന് ശേഷം നമ്മൾ ആ ബാറ്റർ ഒരു സൈഡിലോട്ട് മാറ്റി വെക്കണം. അതിനുശേഷം നമ്മൾ ഈ വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ടല്ലോ, ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ച കോളിഫ്ലവർ ഉണ്ടല്ലോ, അപ്പോൾ അതിന് ഒരു ഏകദേശം വേവ് വന്നിട്ടുണ്ടാവും. ആ സമയം അതിനെ വെള്ളത്തിൽ നിന്നും അരിച്ച് മാറ്റി വെക്കുക. കുറച്ച് ചൂടാറുന്നൊരു ടൈം ഉണ്ടാവുമല്ലോ, നല്ല തിളച്ചതായതുകൊണ്ട് നമുക്ക് അത് കൈകൊണ്ട് എടുത്ത് ഈ ബാറ്ററിൽ മുക്കി അപ്പോൾ തന്നെ നമുക്ക് ഇടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറച്ച് തണിയുന്ന വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു പാൻ ചൂടാക്കി അതിനകത്തോട്ട് സൺഫ്ലവർ ഓയിൽ നിർബന്ധമായി എടുക്കണം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടാവുന്നൊരു ടൈമിൽ നമുക്ക് ഈ ബാറ്ററിനകത്ത് മുക്കിയിട്ട് കോളിഫ്ലവർ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ആ ബാറ്റർ കോളിഫ്ലവറിന് മുകളിൽ പിടിക്കാതെ വരും. അപ്പോൾ പിന്നെ എപ്പോഴും നമ്മൾ ബജ്ജിയൊക്കെ ഉണ്ടാകുന്ന പോലെ സാധാരണ ഫ്രൈ ചെയ്തെടുക്കുക. തിരിച്ചിടുക, കുറച്ച് ഫ്ലെയിമോ കൂട്ടി വെച്ചാലും കുഴപ്പമില്ല. അതിനുശേഷം തിരിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം 2 ഭാഗം മുരിഞ്ഞതിന് ശേഷം കോരി മാറ്റി വെക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. താങ്ക്